ശശികലനെ പോലത്തെ വിഷം തുപ്പുന്ന ഈ ജന്തുക്കൾക്കുള്ളൊരു മറുപടി ഇർഫാൻ ഇന്ന് വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. നാരായണേട്ടന്റെ ശവം അടക്കി കഴിഞ്ഞപ്പോൾ ചാടി വീണ സംഘികൾ അവിടെ മാക്സിമം വിഷം തുപ്പി ചീറ്റി നാറ്റിച്ചു. അമ്മനെ എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ അത് ഒരുപാട് കാര്യങ്ങളുണ്ട്, അമ്മയുടെ കാര്യങ്ങൾ നോക്കണം, ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഒരു സംഘികളും ഒരു നാട്ടിലെ വിഷ ജന്തുക്കളും തലപൊക്കി ഇതുവരെ വന്നിട്ടില്ല. മീനാക്ഷി അമ്മയുടെ ഈ ഒരു കരച്ചിലെ കേരളത്തിലെ ഒരുവിധപ്പെട്ട എല്ലാവരും കണ്ടു കാണും, സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നത്. ഇവരുടെ ഒരു കഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതായത് 2 മക്കളായിരുന്നു, ഒരാൾ അപകടത്തിലും ഒരാൾ ക്യാൻസറായിട്ടും, പിന്നെ ഭർത്താവ് മരിച്ചു, ഒരു സഹോദരൻ ഉണ്ടായിരുന്നു, അവരും മരിച്ചു. അങ്ങനെ ആരോരും ഇല്ലാത്തൊരു അവസരത്തിൽ വീട് വിട്ടിട്ട് ഒരു വൃദ്ധ സദനത്തിലോട്ട് പോകേണ്ടി വന്ന ഒരു അമ്മയുടെ കരച്ചിലും അല്ലെങ്കിൽ ആ ഒരു കാര്യപ്പെട്ട അത് ബന്ധപ്പെട്ടിട്ടുള്ള ന്യൂസും വീഡിയോസും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ അമ്മ ഇപ്പോൾ എവിടെ ഉള്ളത് നിങ്ങൾക്കറിയാം? ഈ അമ്മ ഇപ്പോൾ ഉള്ളത് കഴിഞ്ഞ ദിവസം നാരായണേട്ടൻ്റെ ചിതയൊരുക്കി എന്നും പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിലെ സംഘപരിവാൻസ് എല്ലാവരും കൂടെ കൂടിയിട്ട് കുറച്ച് ആളുകളെ ഭയങ്കര മോശമായിട്ട് വാർത്തകളിലും അല്ലെങ്കിൽ സൈബർ സോഷ്യൽ ചെറ്റകളുടെ ചാനലുകളിലൊക്കെ വെച്ചിട്ട് ഒരുപാട് അവഹേളിക്കുകയും ഒരുപാട് ബുദ്ധിമുട്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ പറഞ്ഞ അതേ ഇർഫാന ഇക്ബാലിൻ്റെയും അല്ലെങ്കിൽ അതേ ഷെയ്ഖ് സായിദ് ഓർഫനേജിൻ്റെയും കീഴിലുള്ള വൃദ്ധസദനത്തിലാണ് ഈ അമ്മ ഇപ്പോൾ ഉള്ളത്. വളരെ സന്തോഷവതിയാണ്. എത്രത്തോളം സന്തോഷം അവിടെ കാണിച്ചു കഴിഞ്ഞാലും ഒറ്റവരും ഉടയവരും ആരുമില്ലാത്ത അനാഥർക്ക് വേണ്ടിയിട്ടുള്ള ഒരു മന്ദിരമാണ് അവിടെ. അവിടുത്തെ സന്തോഷം, അവിടുത്തെ എത്ര സന്തോഷം അവർക്ക് കൊടുക്കാൻ പറ്റുമോ ആ സന്തോഷത്തിലാണ് ഈ അമ്മ ഇപ്പം അവിടെ ഉള്ളത്. അതെ, ഇവിടെ സേവ ചെയ്യാൻ ഒരു സേവാഭാരതിയും അതല്ലെങ്കിൽ ഇവരെ കൊണ്ടുപോയ സമയത്ത് അല്ല ഞങ്ങൾ കൊണ്ടുപോയിക്കോളാം, ഞങ്ങളെ സ്ഥലങ്ങളിൽ മതിയെ, ഞങ്ങൾ കൊണ്ട് നടക്കുന്ന ഞങ്ങൾ നടത്തുന്ന കേന്ദ്രങ്ങളിൽ മതി എന്ന് കൊണ്ടുപറയാൻ അല്ലെങ്കിൽ കൊണ്ടുപോകാനും ഒരു സംഘപരിവാണങ്ങളും അങ്ങോട്ട് വന്നിട്ടില്ല. നാരായണേട്ടൻ്റെ ശവം അടക്കി കഴിഞ്ഞപ്പോൾ ചാടി വീണ സംഘികൾ, കാരണം നാരായണേട്ടൻ എന്ന് പറയില്ലല്ലോ, ഒരു മാസം മുമ്പ് എന്നെ നോക്കിയതും എൻ്റെ കാര്യങ്ങൾ ചെയ്തതും ഈ പറഞ്ഞ ഇർഫാന ഇക്ബാലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഓർഫനേജും ആണെന്ന് നാരായണേട്ടൻ പറയില്ല, കാരണം പുള്ളി മരിച്ചു പോയിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് സംഘികൾ അവിടെ മാക്സിമം വിഷം തുപ്പി ചീറ്റി നാറ്റിച്ചു. പക്ഷേ ഈ അമ്മ ജീവിച്ചിരിപ്പുണ്ട്. അതുകൊണ്ട് തന്നെ അമ്മനെ എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ അത് ഒരുപാട് കാര്യങ്ങളുണ്ട്, അമ്മയുടെ കാര്യങ്ങൾ നോക്കണം, ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഒരു സംഘികളും ഒരു നാട്ടിലെ വിഷ ജന്തുക്കളും തലപൊക്കി ഇതുവരെ വന്നിട്ടില്ല. സത്യത്തിൽ ഈ അമ്മനെ ആദ്യം കൊണ്ടുപോയത് മറ്റൊരു ആശ്രമത്തിലോട്ടായിരുന്നു. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഈ ഒരു ആശ്രമത്തിലോട്ടാണ് കൊണ്ടുപോയിരുന്നത്. പക്ഷേ അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ കാരണം അമ്മക്ക് അവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് കാരണം അമ്മ ഈ ഒരു ഓർഫനേജിലോട്ട് വന്നു. അവിടെ വളരെ സന്തോഷത്തോടെ തന്നെ ഇപ്പം നിൽക്കുന്നുണ്ട്. അതിൻ്റെ വീഡിയോസും ക്ലിപ്പുകളും ഒക്കെ പുറത്ത് വന്നിട്ടുണ്ട്. നിങ്ങൾ PR ആണെന്ന് പറഞ്ഞോ, നിങ്ങൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അമ്മയുടെ സന്തോഷവും കാര്യങ്ങളും നിങ്ങൾക്ക് ആ മുഖത്ത് നോക്കിയാൽ മനസ്സിലാവും. ഇനി പറയാനുള്ളത്, കഴിഞ്ഞ ദിവസം നമ്മുടെ നാട്ടിൽ ഏറ്റവും വലിയ വിഷമായിട്ടുള്ള വിഷപ്പാമ്പായിട്ടുള്ള ശശികല ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ഈ ഒരു പ്രസ്ഥാനത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഷെയ്ഖ് സായിദ് ഈ ഓർഫനേജിനെ കുറിച്ച് ശശികല ഇട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ വാദിക്കാം. 5 ദിവസം മുമ്പായിരുന്നു അത്. ഷെയ്ഖ് സായിദ് ഓൾഡ് ഏജ് ഹോം നടത്തിപ്പുകാരിയായിട്ടുള്ള ഇർഫാന ലീഗാണോ ലീഗേ? ഒരു ജനപ്രതിനിധിയുടെ കടമ മറന്ന് മറ്റ് സംഘടനകളെയും സമുദായങ്ങളെയും അപമാനിക്കാൻ സ്വന്തം പദവി ഉപയോഗിച്ച ഒരു വ്യക്തി നടത്തുന്ന ഇത്തരം സ്ഥാപനങ്ങളെ പറ്റി കൃത്യമായിട്ടുള്ള അന്വേഷണം ആവശ്യമാണെന്ന് തോന്നുന്നു. സ്ഥാപനത്തിൻ്റെ വരുമാനം, അന്തേവാസികളുടെ ചികിത്സ, മരണാനന്തര കർമ്മങ്ങൾ ഇവയിലൂന്നി അന്വേഷിച്ച് പാലും വെള്ളവും തിരിച്ചറിയേണ്ടതാണ്. ഇർഫാന ലീഗോ STPO? ശശികലേ, നീയൊക്കെ ഉണ്ടല്ലോ, ഒരു 100 ജന്മം ജനിച്ചാലും നിന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ, നീയൊക്കെ നിന്ന് തൂർന്ന കാലം വന്നു കഴിഞ്ഞാൽ പോലും നിന്നെ കൊണ്ടൊന്നും ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങളാണ് ഈ ഒരു മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തു നിന്നുള്ള ഈ ഒരു കൗൺസിലറും അല്ലെങ്കിൽ അവർ ഭാഗമായിട്ടുള്ള ഈ ഒരു സംഘടന അവിടെ നടത്തുന്നത്. കാരണം നിനക്കൊക്കെ രാവിലെ എഴുന്നേറ്റ് ഫേസ്ബുക്കിലോട്ടും മറ്റ് സോഷ്യൽ മീഡിയ ചാനലുകളിൽ വന്ന് പച്ച വിഷം തിട്ടം, അതായത് നീയൊക്കെ തൂറുന്നത് പിന്നാമ്പുറത്ത് കൂടെ നിനക്ക് വായിക്കൂടെ എന്ന് കാണിക്കുന്ന രീതിയിലുള്ള പോസ്റ്റുകൾ നീയൊക്കെ ദിവസം വന്നിട്ട് നീ ഇട്ട പോസ്റ്റ്, ആ ഇട്ട ഛർദി അതുപോലെ നക്കി തിന്ന് നാട്ടിൽ മൊത്തം വിഷം പടർത്തുന്ന കുറേ ചെറ്റ കമൻറ്റുകൾ കണ്ട് സുഖം കൊണ്ട് ജീവിക്കുന്ന നിന്നെ കൊണ്ടൊന്നും നിൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ചിന്തിക്കാൻ കൂടെ പറ്റാത്ത കാര്യങ്ങളാണ്. നിനക്ക് ഒരാളെ നോക്കാൻ പറ്റൂടി, ഇങ്ങനത്തെ ഒരാളെ. ആ ഒരു ഓർഫനേജിലെ 100 ആളുകളുടെ അടുത്തുണ്ട്. ആ മൊത്തം ആളുകളിൽ 75% മുസ്ലിങ്ങളല്ല, മറ്റു മതക്കാരാണ്. അവിടെയുള്ള ഒരാൾക്കും അവിടെ ഒരു കുറ്റം പറയാനും അല്ലെങ്കിൽ അവിടുത്തെ ബുദ്ധിമുട്ടുകൾ പറയാനുമില്ല. അവിടെ അന്തേവാസികൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവർ ഏത് മതത്തിലാണ് ആ മതത്തിൻ്റെ ചിട്ട അനുസരിച്ചിട്ടുള്ള അവരുടെ കബറടക്കാണ് അങ്ങനെ, അതല്ലെങ്കിൽ ചർച്ചുകളിലാണെങ്കിൽ അങ്ങനെ ശവമടക്കുക, അതല്ലെങ്കിൽ കത്തിച്ച് കളയുന്ന രീതിയിലാണെങ്കിൽ ദഹിപ്പിക്കുന്നതാണെങ്കിൽ അത്തരത്തിൽ അവിടെ വേണ്ട പോലെ
ഒരു ആത്മാവിന് മോക്ഷം കിട്ടുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്തു പോകുന്ന ഒരു സ്ഥലമാണ് ഈ പറഞ്ഞ ഷെയ്ഖ് സായിദ് ഓർഫനേജ് എന്ന് പറയുന്നത്. ഏതാണെങ്കിലും ശശികലനെ പോലത്തെ വിഷം തുപ്പുന്ന ഈ ജന്തുക്കൾക്കുള്ള ഒരു മറുപടി ഇർഫാൻ ഇന്ന് വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. ശശികലയ്ക്ക് അവിടേക്ക് വരുന്ന പൈസ, അവിടുത്തെ ആൾക്കാരുടെ ചികിത്സ, അത് എവിടുന്ന് വരുന്നു, എങ്ങനെ വരുന്നു, എവിടുന്ന് കിട്ടുന്നു എന്നുള്ളത്. പക്ഷെ അവിടെ ചെയ്യുന്നത് ഈ വൃത്തികെട്ട ജന്തു അറിയുന്നില്ല. ഏതാണെങ്കിലും അവർക്ക് ഇർഫാനെ കൊടുത്തിട്ടുള്ള മറുപടി ഇതായിരുന്നു: ശശികല ടീച്ചർക്ക് നട്ടാൽ കിളിർക്കാത്ത നുണ പ്രചരിപ്പിക്കരുത്. അത് അവരുടെ മര്യാദ കൊണ്ടാണ് പറയുന്നത്. നമ്മൾ ആ മര്യാദ കാണിക്കേണ്ട കാര്യമില്ല. കാരണം ഈ ഇത്തരത്തിലുള്ള ചെത്തല പട്ടികളെ റോട്ടിൽ നിന്ന് ചലച്ച് അല്ലെങ്കിൽ കുരച്ച് കഴിഞ്ഞാലുണ്ടല്ലോ തിരിച്ച് കല്ലെടുത്ത് എറിയ തന്നെ വേണം. അതുകൊണ്ടാണ് ഇങ്ങനെ സംസാരിച്ചു പോകുന്നത്, വേറെ ഒന്നും വിചാരിക്കേണ്ട. 3 വർഷം മുമ്പാണ് UAE രാഷ്ട്രശില്പിയായിട്ടുള്ള ഷെയ്ഖ് സായിദിന്റെ പേരിൽ കാസർഗോഡ് ഉപ്പളയിൽ ആരംഭിച്ച കുഞ്ഞു സ്ഥാപനത്തിൽ ഇപ്പോൾ 35ഓളം മാതാപിതാക്കളുണ്ട്. അതിൽ 90% പൂർണ്ണമായും സൗജന്യ വ്യവസ്ഥയിൽ താമസിക്കുന്നവരാണ്. ബാങ്ക് ബാലൻസ് നിലവിൽ 6000 രൂപ കവിയില്ല. ഇവരുടെ ബാങ്ക് ബാലൻസ് 6000 രൂപയുടെ മേലെ കവിഞ്ഞിട്ടില്ല. 50 സെന്റ് സ്ഥലം വിലക്ക് വാങ്ങിയതെങ്കിലും അത് ഇതുവരെ ആ വീട്ടുകാരുടെ പണം കൊടുത്തിട്ടില്ല. അതുമാത്രമല്ല, മാസം വാടകയായി 15000 കൊടുക്കുന്നു കഴിഞ്ഞ 3 വർഷമായിട്ട്. എല്ലാ ദിവസവും സുഭിക്ഷമായിട്ടുള്ള ഭക്ഷണം ഒരുക്കി സുമനസ്സുകൾ കൊണ്ടുവരുന്നതാണ് ഏക ആശ്വാസം. ഇവിടെ താമസിക്കുന്നവരിൽ 75% ഹൈന്ദവ, അതായത് നീ എന്താ പറയുക, അട്ടിപ്പേർ അവകാശമായിട്ട് നടക്കുന്ന ആ ഒരു സമൂഹം അല്ലെങ്കിൽ ഒരു ഹിന്ദു സമൂഹത്തിൽപ്പെട്ട ആളുകളാണ്. അത് മാത്രമല്ല, മാസം 5 സ്റ്റാഫിന് ശമ്പളം, മരുന്ന്, കറണ്ട് ബില്ല് തുടങ്ങിയ മറ്റ് ആവശ്യങ്ങൾ നിരവധി ഇവിടെ ഉണ്ട്. എന്നിട്ടും ഞെരുങ്ങി ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങളുടെ ബാങ്ക് ബാലൻസ് പരിശോധിക്കണം പോലും. ഏത് ഏജൻസിക്കും സ്വാഗതം, എന്നിട്ട് ഇതൊന്ന് പൂട്ടിത്തരണം അപേക്ഷയാണ്. അപ്പം അവർ പറഞ്ഞിട്ടുണ്ട് അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ എത്ര കാശാണുള്ളത്. 6000 രൂപയുടെ മേലെ കവിഞ്ഞ ഒരു അക്കൗണ്ടും പൈസയും അവരുടെ അക്കൗണ്ടുകളിലില്ല. ഏത് ഏജൻസിക്കും വന്ന് അന്വേഷിക്കാം. അല്ലെങ്കിൽ ശശികല സ്വന്തം വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുള്ളതാണ്, NIA ED ഒക്കെ ഉണ്ടെങ്കിൽ അവരെ വിട്ടുകൊള്ളൂ. ശശികലയുടെ പട്ടികളാണ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പേര് കേട്ട പട്ടികളാണെങ്കിൽ അവരെ വിട്ടുകൊള്ളൂ. അവർ വന്ന് അന്വേഷിക്കട്ടെ. അന്വേഷിച്ച് എന്ത് കിട്ടുന്നു എന്നിട്ട് ഈ സ്ഥാപനം അങ്ങോട്ട് പൂട്ടിക്കാനാണെങ്കിൽ അതങ്ങോട്ട് നടക്കട്ടെ എന്നാണ് ഇർഫാന ഇക്ബാലി ശശികലക്ക് കൊടുത്തിട്ടുള്ള മറുപടി. ഇനി നിങ്ങൾക്ക് ഇത് കാണുന്ന ആളുകൾ ഇത്തരത്തിലുള്ള ചെറ്റവർത്താനം പറയുന്ന പുഴുത്ത് നാറി ചാവാൻ വേണ്ടിയിട്ട് ജീവിതം ഒരുക്കി വെച്ചിട്ടുള്ള ശശികലനെ പോലത്തെ ആളുകൾക്ക് കൊടുക്കേണ്ട മറുപടി എന്താണെന്നുള്ളതിൽ കമൻറ്റിൽ ഇട്ടാൽ മതി. ഇതാണെങ്കിലും ബാങ്ക് ബാലൻസ് 6000 രൂപ മാത്രമാണ് എന്ന് ഇർഫാന ഇക്ബാലി ഈ ഒരു കാര്യത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. സത്യം പറഞ്ഞാലുണ്ടല്ലോ, ഈ കഴിഞ്ഞ ദിവസം നാരായണേട്ടൻ്റെ ഒരു കാര്യം നമ്മൾ പറഞ്ഞു അല്ലേ, അത് കഴിഞ്ഞിട്ട് അതിനുശേഷം വന്ന മാപ്പ് നമ്മൾ കണ്ടു. ജനൻ TV സ്വയം വന്നിട്ട്, അല്ല ജനൻ TVയിൽ ഇത്തരം കള്ളങ്ങൾ പരത്തിയിട്ടുള്ള ആളുകൾ നേരിട്ട് വന്ന് മാപ്പ് പറഞ്ഞതും ഉസ്താദിനെ വിളിച്ചതും എല്ലാം നമ്മൾ കണ്ടു കേട്ടുമൊക്കെ ചെയ്തു. അപ്പോൾ ഇത്തരത്തിലുള്ള ശശികലമാർക്കും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വിഷം ചിന്തിക്കൊണ്ടിരിക്കുന്ന കേരളത്തിലെ സകല സംഘ പരിവാണ കൂട്ടങ്ങൾക്കും പറ്റുമെങ്കിൽ നിങ്ങൾ പോയി അന്വേഷിക്കുക. നിങ്ങൾക്ക് അവിടുന്ന് കൊല കിട്ടുമെങ്കിൽ നിങ്ങൾ ആ കൊല എടുത്തിട്ട് പിഴുത് അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന വാഴപ്പഴം നിൻ്റെ കണ്ണാക്കിലിട്ട് അങ്ങോട്ട് മിണുങ്ങുന്നത് നല്ലത്. അതല്ലാണ്ട് നിന്നെക്കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ജീവിതം ഞാൻ പറഞ്ഞല്ലോ, സംഘി അതായത് പട്ടിണിയിൽ ജനിച്ച് പട്ടിണിയിൽ ജീവിച്ച് നരകിച്ച് ചത്തൊടുങ്ങുന്ന സംഘികളായ നിന്നെക്കൊണ്ടൊന്നും ഇതിൻ്റെ അയലത്ത് ചിന്തിക്കാൻ കൂടെ പറ്റില്ല. നീയൊക്കെ 100 ജന്മം ജനിച്ചാലും നിന്നെക്കൊണ്ടൊന്നും പറ്റാത്ത കാര്യങ്ങൾ ഇവിടെ ഈ പറഞ്ഞ സമുദായത്തിലെ ആൾക്കാർ ചെയ്യും, അല്ലെങ്കിൽ ആ പാർട്ടിക്കാർ ചെയ്യും, അതല്ലെങ്കിൽ ഇർഫാന ഇക്ബാലി ചെയ്യും, അതും അല്ലെങ്കിൽ ഷെയ്ഖ് സായിദ് ഈ പറഞ്ഞ ഓർഫനേജ് അവർ ചെയ്യും. നിന്നെക്കൊണ്ട് ഒരാളെ സമൂഹത്തിനോ വീടിനോ നാടിനോ അല്ലെങ്കിൽ നിൻ്റെ എന്താ പറയുക, നിൻ്റെ ഈ പറഞ്ഞ എന്താ പറയുക സമുദായത്തിനോ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്ത് കാണിക്കും. ദിവസവും തിന്നാ തൂറുക ഉറങ്ങുക, ഇതല്ലാണ്ട് അതിൻ്റെ കൂട്ടത്തിൽ മാക്സിമം വിഷം ചിന്ത, ഇതല്ലാണ്ട് നിന്നെക്കൊണ്ടൊക്കെ എന്തെങ്കിലും ഒരു 5 പൈസൻ്റെ ഉപകാരം ഈ നാട്ടിൽ ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ? ഈ പറഞ്ഞ സ്ഥലത്തോട്ട് അല്ലെങ്കിൽ ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാൻ അവിടെ നല്ലവരായിട്ടുള്ള ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒക്കെ ഉണ്ട്. അവരൊക്കെ വേണ്ടത് വേണ്ട പോലെ കൊടുക്കുകയും ചെയ്യുകയും ചെയ്യും. പക്ഷേ നിന്നെപ്പോലത്തെ സമൂഹത്തിന് ഗുണമില്ലാത്ത നിർഗുണ ബീജങ്ങളാൽ ഉണ്ടായിട്ടുള്ള നിന്നെപ്പോലത്തെ സാധനങ്ങളുണ്ടല്ലോ, അങ്ങോട്ട് ചത്ത് ഒടുങ്ങുന്നതായിരിക്കും ലോകത്തെല്ലാവർക്കും നല്ലത്. തോന്നിപ്പോവുക നിൻ്റെയൊക്കെ ഇത്തരത്തിലുള്ള പോസ്റ്റും അതിന് മറുപടിയായിട്ട് ഇങ്ങനത്തെ ആളുകൾ ഇത്ര മര്യാദയോട് കൂടിയിട്ട് കാര്യങ്ങൾ തുറന്ന് കാണിച്ച് തരുമ്പോഴും തോന്നിപ്പോവുക അങ്ങനെ നീയൊക്കെ അങ്ങനെ അങ്ങ് ഒടുങ്ങണേന്ന് തോന്നിപ്പോവുക.